അതല്ലേ മഹാന്മാര് പഠിപ്പിക്കുന്നത്. അതായ അല്ലാഹുവിന്റെ അടിമകളെ, ദാസന്മാരെ, അതാ റമളാൻ യാത്ര പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കുറഞ്ഞ ദിവസങ്ങൾ, സമയങ്ങൾ, നിമിഷങ്ങൾ മാത്രമേ ഞങ്ങളിൽ അവശേഷിക്കുന്നുള്ളൂ. നിങ്ങൾ ആരാണോ ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നത്, ആ നന്മകൾ അവർ പൂർത്തിയാക്കട്ടെ. മാത്രമല്ല, ആരെങ്കിലും അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ചെയ്യുന്ന അമലുകൾ എന്തെങ്കിലും പോരായ്മകളോ, എന്തെങ്കിലും തെറ്റുകളോ, കുറ്റങ്ങളോ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അമലുകൾ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നന്മയോടെ നല്ല പ്രവർത്തി കൊണ്ട് അത് അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധമായ റമളാന്റെ വേർപാടിൽ ഒരു വിശ്വാസിയുടെ കണ്ണ് എങ്ങനെയാണ് ഒഴുകാതിരിക്കുന്നത്? പരിശുദ്ധമായ റമളാന്റെ വേർപാടിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബുണ്ടല്ലോ, വിങ്ങാതിരിക്കുന്നത് എങ്ങനെയാണ്? കണ്ണുനീരൊലിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? മാത്രമല്ല, ഇനി ചിന്തിക്കേണ്ട ഏറ്റവും വലിയ സംഭവം, നിന്റെ ആയുസ്സിൽ ഇനി ഒരു റമളാനിലേക്ക് മടങ്ങി വരാൻ നിനക്ക് കഴിയുമോ? അടുത്ത റമളാനിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നിനക്കറിയില്ല അടുത്ത റമളാനിൽ നീ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ റമളാൻ മാസത്തിൽ നന്മകൾ ചെയ്ത് നന്മകളെ പൂർത്തിയാക്കുക. നന്മകളിൽ വീഴ്ച വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നന്മകൾ കൊണ്ട് അത് നിങ്ങൾ പൂർത്തീകരിക്കുക. ഇനി കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു സമയങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ എന്ന് വിളിച്ചു പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് റമളാനുകൾ നിങ്ങൾക്ക് പങ്കെടുക്കാനും, നോമ്പുകൾ നോക്കാനും, ഇബാദത്തുകൾ ചെയ്യാനും, മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യാനും, നല്ല നല്ല അമലുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്ക് ഓരോരുത്തർക്കും അർഹമുർ റഹീമായ റബ്ബ് ഏറ്റി നൽകുമാറാകട്ടെ.